എല്ലാവർക്കും നോമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ ഒരു കേരള റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. ഞാൻ മുമ്പ് 1-2 തവണ പോയിട്ടുണ്ട്, പക്ഷേങ്കിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ന്യൂ ജേഴ്സി തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. അപ്പോൾ നമുക്കിനി സമയം കളയണ്ട, വേഗം തന്നെ പോകാം. അവിടെ എന്തൊക്കെയാണ് ഫുഡ്, കേരള ഫുഡ് ഉള്ളതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. ന്യൂജേഴ്സിയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാ മലയാളികൾക്കും അറിയാൻ തോന്നുന്നുണ്ടോ ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ റെസ്റ്റോറൻറ്റിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. എഡിസൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ ഒരുപാട് ഇന്ത്യൻ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മളങ്ങനെ ആ സ്ഥലത്ത് പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളങ്ങനെ ആ സ്ട്രീറ്റിലൂടെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്ന്. അപ്പോൾ മെയിനായിട്ട് പെരുന്നാൾ ഡ്രസ്സുകളൊക്കെ വാങ്ങിക്കുക എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അപ്പോൾ അതുമാതിരത്തെ കുറേ ഡ്രസ്സുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കണ്ടില്ല, ഇങ്ങനത്തെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. പക്ഷെ കൂടുതലും ഈ ബ്രൈഡൽ ഡ്രസ്സുകളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പാർട്ടി വെയർ അങ്ങനത്തെ വലിയ വലിയ വില കൂടിയ ഡ്രസ്സുകളാണ് കേട്ടോ. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും ഇവിടെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ കുറേ ഇന്ത്യൻ ഷോപ്പുകളുണ്ട് കേട്ടോ. ഡ്രസ്സിൻ്റെ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, ജ്വല്ലറികൾ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഈ ഒരു സ്ട്രീറ്റിലായിട്ട്. നമ്മളങ്ങനെ അവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് റെസ്റ്റോറൻറ്റിലേക്കാണ് പോണത്. അങ്ങനെ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു കൂട്ടത്തിലാണ് കേട്ടോ ആ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ഞാൻ ഇതിനു മുമ്പ് 1-2 തവണയൊക്കെ വന്നിട്ടുണ്ട്. എന്തിനാന്ന് വെച്ചാൽ അവിടെ ഫേമസ് ആയിട്ടൊരു ഫുഡ് കിട്ടും കേട്ടോ. ഞാനത് വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നമ്മളിപ്പോൾ വന്നേക്കണ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് കൊച്ചി. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സീറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നോമ്പൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തിരക്കാണെങ്കിൽ സീറ്റൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബുക്ക് ചെയ്തു. അപ്പോൾ അങ്ങനെ സീറ്റ് കിട്ടി. അപ്പോൾ ഇവിടെ 5:30 കേട്ടോ സ്റ്റാർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ആ തിരക്കുകളൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫസ്റ്റ് തന്നെ നമ്മൾ ഓർഡർ ചെയ്തത് കേരള ചിക്കൻ 65 ആണ്. നല്ല അടിപൊളി മണം ഉണ്ടോ. നമ്മുടെ ശരിക്കും നമ്മളൊക്കെ ഉണ്ടാക്കണ അതേ ഒരു ഇത് കേരള റെസ്റ്റോറൻ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു മണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരുപാട് സ്നാക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏത് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ എപ്പോഴും കഴിക്കണ പോലത്തെ മോഡലൊന്നും ഓർഡർ ചെയ്യണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഓർഡർ ചെയ്തത്. രണ്ടാമതായിട്ട് നമ്മളിതേ കോളിഫ്ലവർ ബജിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ ഒരു പുതിനയില ചട്നിയും ഉണ്ടായിരുന്നു. ഇത് നമുക്കൊരു കോംപ്ലിമെൻ്ററി ആയിട്ട് അവർ തന്നതായിരുന്നു. ഇങ്ങനെ കുറേ വെജിറ്റബിളിൻ്റെയൊക്കെ ഒരു ബജി. ഇതിൽ വഴുതനങ്ങ ഉണ്ടായിരുന്നു, വറ്റൽമുളക്, പിന്നെ അതുപോലെ തന്നെ പൊട്ടറ്റോ, അങ്ങനെ ഒരുപാട് ഐറ്റംസുകളെല്ലാം കൂടി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബജിയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റായിരുന്നു ഈ ഒരു ബജി. ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ചായ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ നാരങ്ങ വെള്ളം ഉണ്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഗ്ലാസ്സിൽ ഇരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു റെസ്റ്റോറൻറ്റിൽ ഇരിക്കണ പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ബജ്ജികളെല്ലാം തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നോമ്പൊക്കെ തുറന്നു. നമ്മൾ മാത്രമുണ്ട് അവിടെ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇത് കണ്ടില്ലേ, കോഴിക്കോടൻ ദം ബിരിയാണി. ഇതാണ് കേട്ടോ ഇവിടുത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ സാലഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ ഇത്, പറഞ്ഞറിയിക്കാൻ പറ്റൂല. അമേരിക്കയിൽ വന്നിട്ട് കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണി. അപ്പോൾ ഈ ബിരിയാണി കഴിക്കാനായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റോറൻറ്റിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് നമ്മളൊരു പായസവും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ. അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ കേരള ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് നല്ല രസമായിരുന്നു എല്ലാ ഫുഡും. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത് 8:30 വരെ ഉള്ളൂ കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ഒരു ഷോപ്പുണ്ട്, ഒരു ബെർലിംഗ്ടൺ എന്നും പറഞ്ഞ്. നമ്മളിതിന് മുമ്പ് ഇങ്ങനത്തെ ഷോപ്പിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഒന്ന് കയറണേണ്. ഡ്രസ്സുകളൊക്കെ നോക്കാൻ വേണ്ടി തന്നെയാണ് കയറണത്. ഇവിടെ ഈ നമ്മുടെയൊക്കെ നാട്ടിലെ റിലയൻസ്, മാക്സ് അതേപോലത്തെയൊക്കെ ഒരു ഷോപ്പാണ് കേട്ടോ. എല്ലാ ടൈപ്പും കിട്ടും, ചെറിയവർക്കും വലിയവർക്കും അങ്ങനെ എല്ലാവർക്കും കിട്ടും കേട്ടോ. ഡ്രസ്സ് മാത്രമല്ല, ചെരുപ്പുകൾ, ബാഗുകൾ, ബ്യൂട്ടി ഐറ്റംസുകൾ, കിച്ചൺ ഐറ്റംസുകൾ, അങ്ങനെ എല്ലാ സാധനങ്ങളും
ഒരു കിടക്കീഴിൽ എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഒരു ഷോപ്പ്. നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിക്കാൻ പറ്റും. അത്യാവശ്യം ഡിസ്കൗണ്ടും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് കയറിയതാണ്. പക്ഷേ എങ്കിൽ ഇവിടെ വന്നപ്പോഴത്തേനും ഷോപ്പൊക്കെ അടക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധികം നേരം നമുക്ക് അങ്ങനെ ഡ്രസ്സ് നോക്കാനോ അങ്ങനെ നിൽക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്ന് കയറിയ സമയം കൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ബ്യൂട്ടി ഐറ്റംസുകളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും ഇതിനോട് ചേർന്ന് തന്നെയാണല്ലോ നമ്മൾ നേരത്തെ വന്ന കൊച്ചി റെസ്റ്റോറൻറ്റ്. അത് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നേരെ കാണുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോഴത്തേക്ക് അതൊക്കെ ക്ലോസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മലയാളികൾ ന്യൂജേഴ്സിയിലുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റിൽ വരാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഇവിടെ വരിക കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്, നമ്മളെ കേരളീയ ഫുഡ്. പ്രത്യേകിച്ച് അവിടുത്തെ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കോഴിക്കോടൻ ദം ബിരിയാണി, ഈ ചെറിയ അരിയോട് കൂടിയിട്ടുള്ള ബിരിയാണി ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അമേരിക്കയിൽ വന്നിട്ട് എല്ലായിടത്തും മറ്റേ വലിയ അരിയാണ് കിട്ടുക, ഈ ബസ്മതി റൈസില്ലേ അതേമാതിരത്തെ ബിരിയാണിയാണ്. അപ്പോൾ ഇവിടെയാണ് ഇത്തിരി വെറൈറ്റി ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ ബിരിയാണി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അമേരിക്കയിലെ നോമ്പിൻ്റെ പുതിയ വിശേഷവുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.